അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മദീനയുടെ മഹത്വത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മദീനയുടെ മഹത്വം ആ പള്ളിയുടേത് മാത്രമല്ലെന്നും ആ നാട് തന്നെ വളരെയധികം മഹത്വമുള്ളതാണെന്നും മദീനയിലെ രണ്ട് മലകളെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഹറമാണെന്ന് പ്രഖ്യാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാചകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഉഹദ് മലയോട് ചാരിക്കിടക്കുന്ന സൗറും നേരെ മറുഭാഗത്ത് കിടക്കുന്ന ഔറും ഈ രണ്ട് മലക്കിടയിലുള്ള സ്ഥലത്തെ ഹറമായി പ്രഖ്യാപിച്ചു. മക്കയിലെ ഹറമ് പോലെ തന്നെ അവിടെ പവിത്രതയുള്ള സ്ഥലമാണ്. അവിടുത്തെ ചെടികളെയോ മരങ്ങളെയോ ഒടിക്കാനോ നശിപ്പിക്കാനോ പാടില്ല, വേട്ട മൃഗങ്ങളെ പിടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമം മദീനക്കും ബാധകമാണ്. അതേ സമയത്ത് ഹറമിലെ ഇബാദത്തുകൾക്ക് വലിയ പുണ്യമുണ്ട്. മക്കയിലെ ഹറമിലുണ്ട്, മദീനയിലെ ഹറമിലുണ്ട്. മദീനയിലെ ഹറമിൽ വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസിൽ കാണാം, മദീനയിൽ വെച്ച് ഒരു ജുമുഅ നിസ്കരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ 1000 നിസ്കരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞത് ചില ഹദീസിൽ കാണാം. അപ്പോൾ നേരത്തെ നമ്മൾ മദീന പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു റക്അത്ത് മറ്റു പള്ളികളിലുള്ള 1000 റക്അത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഈ ഹദീസിൽ ജുമുഅയെക്കുറിച്ച് പറഞ്ഞത് മദീനയിലെ ഒരു ജുമുഅ എന്നാണ്, മസ്ജിദുൻ നബവിയിലെ ജുമുഅ എന്നല്ല. അങ്ങനെ വരുമ്പോൾ മദീനയിലെ ഒരു ജുമുഅയ്ക്ക് ലോകത്തെ മറ്റു ഭാഗത്തുള്ള ജുമുഅയേക്കാൾ മഹത്വമുണ്ടെന്നും അത് മസ്ജിദുൽ ഹറാമോളം വരില്ലെങ്കിലും മറ്റു സാധാരണ നാടുകളേക്കാൾ അതിന് മഹത്വമുണ്ടെന്നും 1000 ജുമുഅയ്ക്ക് ഏകദേശം തുല്യമാണെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ മദീനയിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സിയാമു ഷഹരിൻ മിൻ റമളാന ഫിൽ മദീന കസിയാമി അൽഫി ഷഹരിൻ ഫീമാ സിവാഹ. മദീനയിലെ ഒരു മാസത്തെ നോമ്പ് മറ്റു പ്രദേശങ്ങളിലെ 1000 മാസത്തെ നോമ്പിന് സമാനമാണ്. ആദ്യത്തെ ഹദീസിൽ ജുമുഅയെക്കുറിച്ച് പറഞ്ഞു, ഈ ഹദീസിൽ നോമ്പിനെക്കുറിച്ച് പറഞ്ഞു. ഇത്തരം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മദീന എന്ന പ്രദേശത്തിന് തന്നെ ഇബാദത്തുകൾക്ക് കൂടുതൽ പുണ്യം കൊടുക്കാനുള്ള പവറുണ്ട്. മസ്ജിദുൻ നബവിക്ക് മാത്രമല്ല, മദീന എന്ന പ്രദേശത്ത് തന്നെ വെച്ച് നോമ്പെടുക്കുമ്പോൾ ഒരു മാസത്തെ നോമ്പ് 1000 മാസത്തെ നോമ്പിന് തുല്യമാണെന്ന് ഹദീസുകൾ പറയുന്നു. ഒരു ജുമുഅ നിസ്കാരം 1000 ജുമുഅകൾക്ക് തുല്യമാകുമെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. ഇതൊക്കെ മദീനയിലെ ഇബാദത്തിൻ്റെ പുണ്യമാണ്. അപ്പോൾ മദീന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വളരെയധികം ആകർഷണീയമായ ഒരു പ്രദേശമാണ്. ഒന്ന്, ഏറ്റവും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. നബിതങ്ങൾ ഉണ്ടാക്കിയ പള്ളി അവിടെയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. നബിതങ്ങളുടെ ആ പള്ളി ഇന്നും അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വീട് അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ തുടങ്ങി മുസ്ലിമീങ്ങളുടെ മനസ്സിനെ ഹഠാതാകർഷിക്കുന്ന പല ഘടകങ്ങളും മദീനയിലുണ്ട്. അതുപോലെ മദീനയുടെ ചുറ്റുഭാഗത്ത് കാണുന്ന ഉഹുദും ആ ഉഹുദ് ശുഹദാക്കന്മാരുടെ മക്ബറയും അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമെന്ന് മാത്രമല്ല, മദീന എന്ന പ്രദേശം തന്നെ മുസ്ലിമീങ്ങളുടെ മനസ്സിൻ്റെ ദാഹം തീർക്കുകയും അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വളരെയധികം പ്രതിഫലം കിട്ടുകയും ചെയ്യാൻ കാരണമാകുന്നു എന്ന് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ എത്തി? നബി തങ്ങളുടെ ജന്മനാട് മക്കയാണല്ലോ. മാത്രമല്ല 53 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കയിലാണ് ജീവിച്ചത്. ആ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുകൊണ്ട് മദീനയിലെത്തി? വേറെയും കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അത് യാദൃശ്ചികമായി വന്നെത്തിയതാണോ, അതല്ല
അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനപ്രകാരം മദീനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സജ്ജമാക്കി വെച്ചതാണ്? ഈ കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ആലോചിക്കാനുള്ളത്. അവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു തആല നേരത്തെ തന്നെ നിബിതങ്ങൾക്ക് വേണ്ടി മദീനയെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളെ ഞാൻ അടുത്ത് തന്നെ പറയാം. അതിന് മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് റിയാലിറ്റിയിൽ എങ്ങനെ സംഭവിച്ചു എന്നതാണ്. അഥവാ മക്കയിൽ താമസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഹിജ്റ പോകാൻ മദീനയെ തിരഞ്ഞെടുക്കുന്ന ഒരു ചരിത്രപരമായ ബന്ധമുണ്ടായത്. ആ ബന്ധം ഹജ്ജിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾ കൂടുമല്ലോ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കൂടും. അപ്പോൾ മദീനക്കാരായ ആളുകൾ കൂടിയ സ്ഥലത്താണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ മക്കക്കാരായ ഖുറൈശികൾ അള്ളാഹു എന്നെ ഏൽപ്പിച്ച സന്ദേശം അവരിലേക്ക് എത്തിക്കുന്ന എൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയാണ് എന്ന്, അതുകൊണ്ട് എന്നെ ഏറ്റെടുക്കാൻ ആരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു കൊല്ലം ഒരു ഹജ്ജ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസ്റജ് ഗോത്രക്കാരെ കണ്ടു. നമുക്കറിയാം, ഔസ് ഖസ്റജ് മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണ്. അവരെയാണ് കണ്ടത്. അങ്ങനെ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, അവർക്ക് ഖുർആൻ കേൾപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ സംഭവിച്ചപ്പോൾ നമുക്കറിയുന്നത് പോലെ മദീന നേരത്തെ തന്നെ ജൂതന്മാർ താമസിച്ചിരുന്നൊരു നാടാണ്. ജൂതന്മാരെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ജൂതന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്ന ഈസാ നബിയുടെ മുമ്പ് വന്ന മൂസാ നബി അലൈഹിമസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ തൗറാത്ത് വായിച്ചവരും പഠിച്ചവരും ഒക്കെയാണ് ജൂത പണ്ഡിതന്മാർ. അവർക്ക് ഈസാ നബി വന്നപ്പോൾ ഈസാ നബിയിൽ വിശ്വസിച്ചവർ അങ്ങനെ വിശ്വസിച്ചു, ചില ആളുകൾ വിശ്വസിക്കാതെ മാറിയുന്നു, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ പിന്നീട് വരുന്ന പ്രവാചകന്മാരെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പോൾ തൗറാത്ത് പഠിച്ച പല ആളുകൾക്കും അവസാന കാലഘട്ടത്തിൽ ഒരു നബി വരുമെന്നും ആ നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുമെന്നും തൗറാത്തിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മദീനക്കാരിൽ നിന്ന് ഹജ്ജിന് വന്ന പല ആളുകളോടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചത്. ഈ മദീനക്കാരായ പല ആളുകളും മദീനയിലെ ജൂത പണ്ഡിതന്മാരിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ വരുന്ന പ്രവാചകരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകൻ പിന്നെ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ആളുകളാണ് മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണുന്നതും തങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്നതും. ഉടനെ അവരുടെ മനസ്സിൽ തോന്നി, ഇതാണോ മദീനയിലെ ജൂത പണ്ഡിതന്മാർ നമുക്ക് നേരത്തെ പറഞ്ഞു തന്ന ആ പ്രവാചകൻ? ആ നബിതങ്ങളുടെ ആ സംസാരവും നബിതങ്ങളുടെ ആ പെരുമാറ്റവും ആ പരിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങളും ഒക്കെ അങ്ങ് കേട്ടപ്പോൾ ഇത് തന്നെയാണ് നബി എന്നവർ വിശ്വസിച്ചു. എന്നിട്ട് അവർ തന്നെ അഭിപ്രായപ്പെട്ടു, ഇതാണ് ആ നബി, അതുകൊണ്ട് നമ്മൾ ഈ നബിയെ കൊണ്ട് നേരത്തെ വിശ്വസിക്കണം, നമുക്ക് നബിയെ വിശ്വസിക്കാം. അങ്ങനെ മദീനക്കാരായ 6 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി മക്കയിൽ വെച്ച് വിശ്വസിച്ചു. ആ 6 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, അസ്അദ് ബിൻ സുറാറ, ഔഫ് ബിൻ അഫ്റാ, റാഫിഉ ബിൻ മാലിക്, ഖുതുബത്ത് ബിൻ ആമിർ, ഉഖബത്ത് ബിൻ ആമിർ, ജാബിർ ബിൻ അബ്ദില്ല. ഒന്ന് ഖുതുബത്ത് ബിൻ ആമിറാണ്, മറ്റേത് ഉഖബത്ത് ബിൻ ആമിറാണ്. ഈ 6 സ്വഹാബിമാരാണ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ വെച്ച് ആദ്യമായി വിശ്വസിച്ചത്. ഇവരാര്? അത് പുറം നാട്ടിലുള്ള ആളുകളിൽ നിന്ന് മക്കയിൽ വന്ന് വിശ്വസിച്ച ആളുകൾ ഇവരാണ്. ആ ഹജ്ജിൻ്റെ സമയത്താണ് ഇതുണ്ടായത്. അവർ മദീനക്കാരാണ്, മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരാണ്. അങ്ങനെ ഇവർ ഹജ്ജ് കഴിഞ്ഞു മദീനയിലേക്ക് തിരിച്ചുപോയി. ആ മദീനയിലേക്ക് തിരിച്ചു പോയിട്ട് ഇവർ മുഖേന മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു എന്ന് മാത്രമല്ല, മദീനക്കാരുടെ ഏതൊരു വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും നബിതങ്ങളുടെ കഥയും നബിതങ്ങളുടെ ചരിത്രമൊക്കെ അറിയാത്തവരുണ്ടായിരുന്നില്ല. കാരണം എന്താ? ഈ മക്കയിൽ നിന്ന് കണ്ട നബിയെ അത്രത്തോളം ഇവർക്ക് വിശ്വാസമാകുകയും ആ നബി ഇവരെ അത്രയധികം ആകർഷിക്കുകയും ചെയ്തപ്പോൾ, സ്വാധീനിക്കുകയും ചെയ്തപ്പോൾ ആ നബിതങ്ങളെക്കുറിച്ച് ഇവർ മദീനയിൽ പോയി എല്ലാവരോടും അങ്ങ് പറഞ്ഞു. അങ്ങനെ മദീനക്കാരായ ആളുകൾക്ക് മുഴുവനും ഈ നബിയെ പരിചയമുണ്ടായിരുന്നു, നബിതങ്ങളെക്കുറിച്ച് അവർ കേട്ട് പരിചയമുണ്ട്. അങ്ങനെ അടുത്ത വർഷം ഹജ്ജിൻ്റെ സമയമായപ്പോൾ
12 പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മദീനക്കാരായ 12 പേരാണ് മക്കയിൽ വെച്ച് കണ്ടുമുട്ടിയത്. അങ്ങനെ അവർ നബി തങ്ങളെ കണ്ടുമുട്ടി എന്ന് മാത്രമല്ല, നബി തങ്ങളെ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ആ കോൺട്രാക്റ്റ് എന്തായിരുന്നു? നബി തങ്ങളെ മദീനയിൽ വന്നാൽ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാം എന്നായിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കൂടെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചത്? മദീനക്കാർക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ മദീനയിൽ പോയി അവിടെ വെച്ച് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, ആളുകൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രചാരണം അക്കാലത്ത് തന്നെ മദീനയിൽ നടന്നു. പിന്നെ അടുത്ത വർഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഹജ്ജിൻ്റെ സമയത്ത് വന്നത് മദീനക്കാരായ 70 ആളുകളാണ്. അവർ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവർ നബി തങ്ങളോട് ബൈഅത്ത് ചെയ്തു. നബി തങ്ങളെ സ്വീകരിക്കാമെന്നും നബി തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാമെന്ന് അവർ കോൺട്രാക്റ്റ് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ മദീന ഒരു ഇസ്ലാമിക നാടായി മാറി. ആ മദീനയിലേക്ക് ആദ്യം സ്വഹാബിമാരെ പറഞ്ഞയച്ച് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയാണ് ഉണ്ടായത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായല്ലോ. അതായത് മക്കയിൽ നമ്മൾ സാധാരണ കേട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഖുറൈശികൾ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കിടത്തി നബി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സൗർ ഗുഹയിലേക്ക് പോയി. ആ സൗർ ഗുഹയിൽ 2-3 ദിവസം കഴിച്ചു കൂട്ടിയതിൻ്റെ ശേഷമാണ് തീരപ്രദേശത്തെ വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയത്. അത് റജബിലായിരുന്നു. അങ്ങനെ സഫറിലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വലിലാണ് മദീനയിലെത്തുന്നത്. റബീഉൽ അവ്വൽ 12-നാണെന്നാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായത് റബീഉൽ അവ്വലാണ്, റബീഉൽ അവ്വൽ 12 എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം തങ്ങൾ ജനിച്ചതെന്നാണ്, മദീനയിൽ എത്തിയതെന്നാണ്, തങ്ങളുടെ വഫാത്ത് എന്നാണ്. അപ്പോൾ ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ലല്ലോ. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ആ ഒരു കാലത്തെ, ആ ഒരു മാസത്തെ നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുന്നു. നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തങ്ങൾക്ക് വഹയ്യ് കിട്ടി നബിയായി എന്നതാണ്. അപ്പോൾ ജനനം റബീഉൽ അവ്വലാണ്, ഹിജ്റ കഴിഞ്ഞ് നബി തങ്ങൾ പുതിയ നാട്ടിലേക്ക് എത്തുന്നത് റബീഉൽ അവ്വലാണ്, മൂന്നാമത്തെ കാര്യം തങ്ങൾ വഫാത്താകുന്നതും റബീഉൽ അവ്വലാണ്. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായ നുബുവത്ത്, വഹയ്യ് കിട്ടുന്നത്, അത് പക്ഷേ റബീഉൽ അവ്വൽ ആയിരുന്നില്ല, റമളാനിലാണ് എന്നാണ് നമ്മളൊക്കെ നേരത്തെ പഠിച്ചിരുന്നത്. കാര്യം അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ്റെ അവതരണം ആദ്യമായി ഉണ്ടാകുന്നത് റമളാനിലാണ്. പക്ഷേ അത് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണല്ലോ സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ്യ് യഥാർത്ഥത്തിൽ വന്നത്, ആരംഭിച്ചത് ഈ ഹിറാ ഗുഹയിൽ വെച്ച് പരിശുദ്ധ റമളാനിലായിരുന്നെങ്കിലും അതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് വഹയ്യിൻ്റെ പ്രാരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അത് സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയ്യിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി തങ്ങൾക്ക് കൊടുക്കുന്നത്, ഇതാണല്ലോ വഹയ്യ്. ആ വഹയ്യ് അത് ആരംഭിക്കുന്നത്, അതിൻ്റെ പ്രാഥമിക ഘട്ടം ആരംഭിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്, സ്വപ്ന ദർശനങ്ങളാണ്. ആ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായത്, ആരംഭിച്ചത് യഥാർത്ഥത്തിൽ വഹയ്യ് കിട്ടുന്നതിൻ്റെ 6 മാസം മുമ്പാണെന്ന് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ വരുമ്പോൾ റമളാനിൻ്റെ 6 മാസം മുമ്പത്തേക്ക് നിങ്ങളൊന്ന് എണ്ണി നോക്ക്, അവിടെയും മനസ്സിലാകും വഹയ്യിൻ്റെ പ്രാരംഭമുണ്ടായത് റബീഉൽ അവ്വലാണ്. കാരണം റമളാനിൻ്റെ 6 മാസം മുമ്പത്തേക്ക് ഇങ്ങോട്ട് എണ്ണി അത് റബീഉൽ അവ്വലാണ്. മനസ്സിലായോ? അപ്പോൾ നബി തങ്ങളുടെ ജനനം, നബി തങ്ങളുടെ വഫാത്ത്, നബി തങ്ങളുടെ ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയ്യിൻ്റെ പ്രാരംഭം, ഇതെല്ലാം ഉണ്ടായത് പരിശുദ്ധ റബീഉൽ അവ്വലാണ് എന്നുകൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും ഈ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുകയാണ്. മദീനയിലെത്തിയിട്ട് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ താമസിക്കുന്നത് ബനു ഔഫിലാണ്. അത് ഖുബയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മദീനയിൽ പോകുന്ന മുഴുവൻ ആളുകളും സന്ദർശിക്കാറുള്ള ഒരു പള്ളിയാണ് മസ്ജിദ് ഖുബ. എന്താണ് ഈ മസ്ജിദ് ഖുബയുടെ പ്രത്യേകത എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പോയി മദീനയിലേക്ക് എത്തിയിട്ട് ആദ്യം ഇറങ്ങിയ സ്ഥലമാണ് ഈ ഖുബ.
ആ ഖുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കുന്നു. ആ പള്ളിയാണ് മസ്ജിദ് ഖുബ. അപ്പോൾ ഈ പള്ളിക്ക് മഹത്വം എന്താണ്? പരിശുദ്ധ ഖുർആൻ ആ പള്ളിയെ പരാമർശിച്ചിട്ടുണ്ട്. ല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യത്തഹ്ഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ പള്ളിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നബിതങ്ങൾ ആദ്യമായി സ്ഥാപിച്ച പള്ളി എന്ന നിലക്ക് മസ്ജിദ് ഖുബ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ അവിടെ 3 ദിവസമോ 4 ദിവസമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുബയിൽ നിന്ന് ഇപ്പോൾ മസ്ജിദുൻ നബവിയുള്ള മദീനയുടെ ഹൃദയഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഖുബായിൽ നബിതങ്ങൾ താമസിച്ചു, അവിടെ ആദ്യത്തെ പള്ളി ഉണ്ടാക്കി. ഇത് ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച പള്ളി എന്ന നിലക്ക് ആ പള്ളിക്ക് വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ പറയുന്ന മസ്ജിദുൽ ഹറാം എന്ന ഒന്നാമത്തെ പള്ളി, മസ്ജിദുൻ നബവി എന്ന രണ്ടാമത്തെ പള്ളി, ബൈത്തുൽ മുഖദ്ദസ് എന്ന മൂന്നാമത്തെ പള്ളി, ഈ 3 പള്ളിക്കും അപ്പുറത്ത് മസ്ജിദുൽ ഖുബാ അത് മഹത്വമുള്ള മറ്റൊരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെ മദീനയിലെ മസ്ജിദുൻ നബവി ഉള്ള കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ശനിയാഴ്ചയും മസ്ജിദ് ഖുബയിലേക്ക് പോകാറുണ്ടായിരുന്നു. ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പോൾ വാഹനത്തിൽ പോകും. ഇപ്പം എല്ലാവർക്കും അറിയാം, മസ്ജിദുൻ നബവിയിൽ നിന്ന് മസ്ജിദ് ഖുബയിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, എന്നാൽ തൊട്ടടുത്തല്ല താനും. അതേ സമയത്ത് വാഹനം കയറി പോകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു. ഖുലഫാഉർ റാഷിദീകളും പലരും പോകാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മസ്ജിദുൽ ഖുബയിലേക്ക് പോകാറുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാണാം. അപ്പോൾ മസ്ജിദുൽ ഖുബയുടെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ഹദീസിലുണ്ട്, ആരെങ്കിലും നന്നായി വുളൂ ചെയ്ത് മസ്ജിദ് ഖുബയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ട് അവിടുന്ന് നിസ്കരിച്ചാൽ അത് ഒരു ഉംറ നിർവഹിക്കുന്നതിന് തുല്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്ക്, മസ്ജിദ് ഖുബയിലെ നിസ്കാരം ഉംറക്ക് തുല്യമാണ്. അത്രയും മഹത്വമുണ്ട് ആ പള്ളിക്ക്. ആ പള്ളി ഇന്ന് 24 മണിക്കൂറും ഓപ്പണാണ്. ആർക്കും എപ്പോഴും കയറി ചെന്ന് നിസ്കരിക്കാൻ പറ്റുന്ന, ആർക്കും സന്ദർശിക്കാൻ പറ്റുന്ന വിധം എല്ലാ സമയത്തും അവിടെ ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ആ പള്ളിക്ക് അത്രയും പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഉണ്ടാക്കിയ പള്ളി എന്നതാണ് അതിൻ്റെ ഈ പ്രത്യേകതയ്ക്ക് കാരണം. ഇനി അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ചത്, ഖുബയിൽ താമസിച്ചത്. ആ ഖുബയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. എങ്ങോട്ട് പുറപ്പെട്ടു? വെള്ളിയാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്നത്. അങ്ങനെ ബനൂ സാലിം ഗോത്രക്കാരുടെ അടുത്തുകൂടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ നബി തങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ വെച്ച് ജുമഅ നിർവഹിച്ചു. അവിടെയാണ് മസ്ജിദുൽ ജുമഅയുള്ളത്. ഇപ്പോഴും മദീനത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് ജുമഅ നിർവഹിച്ച പള്ളി അതാണ് മസ്ജിദുൽ ജുമഅ. ഖുബയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ മസ്ജിദുൻ നബവിയുടെയും ഖുബയുടെയും ഇടയിലാണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ ഖുബയിൽ നിന്ന് നബി തങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത്, മസ്ജിദുൻ നബവിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചാണ് ആദ്യത്തെ ജുമഅ മദീനയിൽ നബി തങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നേരത്തെ തന്നെ സ്വഹാബിമാരെ നബി തങ്ങൾ മദീനയിലേക്ക് പറഞ്ഞയച്ചു എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ. മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച കഥ ഞാൻ പറഞ്ഞു. പല ആളുകളും, പല സ്വഹാബിമാരും നബി തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു വന്ന കഥയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ നേരത്തെ മദീനയിൽ ഇസ്ലാം പ്രചരിക്കുകയും അവിടെ ജുമഅയൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അസ്അദ് ഇബ്നു സുറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ ജുമഅ നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഖുബയിൽ നിന്ന് ഇപ്പോൾ മസ്ജിദുൻ നബവിയുള്ള മദീനയുടെ ഹൃദയഭാഗത്തേക്കുള്ള യാത്ര മധ്യേ ബനു സാലിം ഗോത്രത്തിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ജുമഅ നിർവഹിച്ചത്. അവിടെയാണ് മസ്ജിദുൽ ജുമഅയുള്ളത്. പിന്നെ ആ ജുമയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നബി തങ്ങൾ അവിടുന്ന് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനു നജ്ജാറിൽ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒട്ടകം മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുപടിക്കലാണ് എന്ന് പഠിക്കാത്തവരാരുമില്ല. ആ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ബനു നജ്ജാറിൽപ്പെട്ടവരാണ്. ഈ ബനു നജ്ജാർ എന്ന ഗോത്രം നബിതങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഗോത്രമാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങളുടെ ഗോത്രമാണത്. മാത്രമല്ല അബ്ദുൽ മുത്തലിബിൻ്റെ, നബിതങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരുടെ ഗോത്രമാണത്. ആ നിലക്ക് മക്കയും മദീനയും അങ്ങനെ വലിയ ബന്ധമുണ്ട്. ആ ഗോത്രത്തിലാണ്, ആ ഗോത്രക്കാരുടെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിറങ്ങുന്നത്. അവിടെയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ട് പഠിക്കൽ. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീട്ടു പഠിക്കൽ ചെന്ന് ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ നബി തങ്ങൾ ആ വീട്ടിൽ താമസമാക്കി. മാത്രമല്ല അവിടെ തന്നെ ബനു നജ്ജാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചു. അപ്പോൾ പള്ളി ഉണ്ടാക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ ആ പള്ളിയുടെ സ്ഥലം അന്ന് ഉണ്ടായിരുന്നത്, അഥവാ ഇപ്പം മസ്ജിദുൻ നബവി നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം അന്ന് ഈത്തപ്പഴം മുളക്കുന്ന കളമായിരുന്നു, ഒരു കളം. ആ കളത്തിൽ 2 ചെറുപ്പക്കാരുടെ കളമായിരുന്നത്. അതിലൊരാളുടെ പേര് സഹിൽ എന്നും മറ്റൊരാളുടെ പേര് സുഹൈൽ എന്നുമാണ്. ഈ ഈത്തപ്പഴം മുളക്കുന്ന കളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആ പള്ളി നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ 2 പേരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പള്ളി എനിക്ക് ഈ സ്ഥലം നിങ്ങൾ എനിക്ക് വിൽക്കണം, ഇവിടെ പള്ളി ഉണ്ടാക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, തങ്ങളെ ഞങ്ങളത് വിൽക്കില്ല, ഞങ്ങൾ തങ്ങൾക്ക് ആ സ്ഥലം സൗജന്യമായി പള്ളിക്ക് വേണ്ടി നൽകാം. അങ്ങനെ ഈ 2 ചെറുപ്പക്കാർ അവരുടെ ഈത്തപ്പഴം ഉണക്കാനിടുന്ന കളം പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പള്ളി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. നിങ്ങൾ നോക്ക്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാദൃശ്ചികമായി മദീനയിലേക്ക് അങ്ങ് വന്നതൊന്നുമല്ല, അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനപ്രകാരമാണ്. ഇവിടെ ചെറുപ്പത്തിൽ നമ്മൾ താരീഖ് പഠിച്ചപ്പോൾ, നബിതങ്ങളുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പലപ്പോഴും വായിച്ചൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആളുകളൊക്കെ തങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ കൂടി നിൽക്കുക. അപ്പോൾ മക്കയിൽ നിന്ന് നബി തങ്ങൾ പോന്നിട്ടുണ്ട്, മദീനയിലേക്ക് എത്തും. ഓരോ ദിവസവും പ്രതീക്ഷയോടെ മദീന നിവാസികൾ ഇങ്ങനെ രാവിലെ തന്നെ കയറിയിട്ട് മക്കയിൽ നിന്ന് വരുന്ന വഴിയിലേക്ക് കാണുന്ന കുന്നിൻ പുറത്ത് കയറി നിൽക്കും. എന്തിന്? നബി തങ്ങൾ വരുന്നത് കാണാൻ വേണ്ടി. കുറേ നേരം കാത്തു നിന്നിട്ട് തങ്ങളെ കാണാതെ തിരിച്ചു പോകും. അതെന്താ മദീനക്കാർ ഇത്ര ആവേശത്തിൽ നബി തങ്ങളെ കാത്തിരിക്കുന്നത്? അതിൻ്റെ കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. മദീനക്കാർക്ക് നേരത്തെ നബി തങ്ങളെ അറിയാം. മദീനയിൽ നേരത്തെ മക്കയിൽ പോയി നബി തങ്ങളെ വിശ്വസിച്ച ആളുകളുണ്ട്. അവർ വന്ന് വിവരിച്ച വിവരണങ്ങളുണ്ട്. ആ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി തങ്ങളെ കാണാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരാണ് മദീനക്കാർ. അതുകൊണ്ട് തന്നെ തങ്ങൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഇവർ മദീനയിലെ ആ മക്കയിൽ നിന്ന് വരുന്ന വഴിയിൽ ഇങ്ങനെ കുന്നിൻ പുറത്ത് കയറി നിൽക്കും തങ്ങളെ കാണാൻ വേണ്ടി. പക്ഷേ വന്നില്ല. വൈകുന്നേരം വരെ ഒന്ന് തിരിച്ചു പോകും. അങ്ങനെ ഓരോ ദിവസവും വരും. അങ്ങനെയാണ് ഒരു ദിവസം തങ്ങളെ കണ്ടപ്പോൾ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, ആ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ത്വാലഅൽ ബദ്റു ചൊല്ലി അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചത്. ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മദീനക്കാർ നബിതങ്ങളെ കാണാൻ ഇങ്ങനെ വന്ന് എല്ലാവർക്കും നബിതങ്ങളോട് ഭയങ്കര ഇഷ്ടം. ഖുബയിൽ നിന്ന് തങ്ങൾ മദീനത്തേക്ക് പോവുകയാണല്ലോ. ആ മദീനത്ത് പോയപ്പോൾ മദീനക്കാർ നബിതങ്ങളെ ക്ഷണിക്കുകയാണ് വീട്ടിലേക്ക്. ഞങ്ങളെ വീട്ടിൽ താമസിക്കണം, ഇവിടെ തങ്ങൾക്ക് ഇവിടെ സൗകര്യമാക്കാം, എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വീട്ടിലേക്ക് പോകണം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. തങ്ങളോടുള്ള സ്നേഹവും ആദരവും ഇഷ്ടമൊക്കെ അത്ര അധികമല്ലേ. അപ്പം തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്നൊരു ഓരോ വീട്ടുകാരും ആഗ്രഹിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ തടുത്ത് നിർത്തിയിട്ട് തങ്ങൾ അവിടെ ഇറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അവനെ വിടൂ, അതിന് നിർദ്ദേശമുണ്ട്, അവിടെ എത്തുമ്പോൾ അത് നിൽക്കും. അങ്ങനെയാണ് ആ ഒട്ടകം പോയിട്ട് ബനു നജ്ജാറിൽ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുപടിക്കൽ മുട്ടുകുത്തുന്നത്. ഒട്ടകം അവിടെയാണ് നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസ്ജിദിൻ്റെ സ്ഥലം കണ്ടത്. മാത്രമല്ല അവിടെയാണ് നബി തങ്ങൾ താമസിച്ചത്. താമസിച്ചത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക്. ആ വീട്ടിൽ നബി തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി നേരത്തെ ഇടം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒരുക്കി വെച്ചു എന്ന് ചോദിച്ചാൽ ചരിത്രപരമായി അതിൻ്റെ പിന്നിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അഥവാ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമൻ രാജാവായിരുന്ന തുബ്ബൈ രാജാവ് മദീനയെ സന്ദർശിക്കാൻ വേണ്ടി വന്നു.
അദ്ദേഹം അന്ന് മദീന സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ മദീനയുടെ അന്നത്തെ പേര് യസിരിബാണ്. അന്ന് അവിടെ മദീനയോ നബിതങ്ങളോ ഒന്നുമില്ല. നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണല്ലോ സംഭവം. ആ തുബ്ബ രാജാവ് അവിടെ വന്നപ്പോൾ മദീന നല്ല കൃഷിയിടമാണ്, നല്ല ഈത്തപ്പനകൾ നിറഞ്ഞൊരു നാടാണ്. അപ്പോൾ ആ മദീന തൻ്റെ കൈവശത്തിലേക്ക് വന്നെങ്കിലോ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചുപോയി. അങ്ങനെ സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് രാജഭരണങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട നാടിനെ പറ്റുമെങ്കിൽ അവരുടെ ഭരണ പ്രദേശത്തേക്ക് കൂട്ടാനുള്ള പണി അവരെടുക്കും. അതിന് വേണമെങ്കിൽ രാജാക്കന്മാർ യുദ്ധം പോലും ചെയ്യും. അങ്ങനെയായിരുന്നല്ലോ അന്നത്തെ കാലം. അപ്പോൾ തുബ്ബ രാജാവിന് മദീന തൻ്റെ ഭരണപ്രദേശത്തേക്ക് വരണമെന്നൊരാഗ്രഹം, വേണമെങ്കിൽ ഒരു യുദ്ധം നടത്തിയാലോ എന്നൊക്കെ ഒരു ചിന്ത. അങ്ങനെ മദീനയിൽ ചെന്നപ്പോൾ മദീനയിൽ അന്നുണ്ടായിരുന്ന ജൂത പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മദീന എന്ന നാടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിനോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. കാരണം ഈ നാട് അവസാന കാലഘട്ടത്തിൽ വരുന്ന ഖുറൈശിലെ നബി, ആ നബി ഹിജറ വന്ന് താമസിക്കുന്ന നാടാണിത്. ഇത് അന്നത്തെ ജൂത പണ്ഡിതന്മാർ വേദഗ്രന്ഥങ്ങൾ വെച്ച് തുബ്ബ രാജാവിനെ ബോധ്യപ്പെടുത്തി. തുബ്ബ രാജാവിന് വല്ലാതെ അത്ഭുതം തോന്നി. ഈ നബിയെക്കുറിച്ച് കേട്ടപ്പോൾ ആ രാജാവിൻ്റെ മനസ്സ് വളരെയധികം ആ നബിയോടുള്ള ഇഷ്ടവും ആദരവും കൊണ്ട് നിറഞ്ഞു. അന്ന് തുബ്ബ രാജാവ് ആ നബിയിൽ വിശ്വസിച്ചു. അങ്ങനെ ആ നബിക്ക് വേണ്ടി ഒരു കത്തെഴുതി. ആ കത്ത് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും അതുപോലെ എഴുതി വച്ചിട്ടുണ്ട്, തുബ്ബ രാജാവ് അന്ന് എഴുതി വെച്ച കത്ത്. അപ്പോൾ ആ കത്തിലുള്ളത് ഇങ്ങനെയാണ്: നബിയെ, ഞാൻ തങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, തങ്ങൾ കൊണ്ടുവരുന്ന അള്ളാഹുവിൻ്റെ കലാമിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദീനീ നിയമങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. തങ്ങൾ വരുന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റുമായിരുന്നല്ലോ. അന്ന് ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തങ്ങൾ നാളെ പരലോകത്ത് എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം, അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തുബ്ബ രാജാവ് ഒരു കത്തെഴുതി. ആ കത്ത് അന്നത്തെ ജൂത പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. ആ ജൂത പണ്ഡിതന്മാരോട് തുബ്ബ രാജാവിൻ്റെ വസിയത്ത് എന്താണ്? അവസാന കാലത്ത് വരുന്ന പ്രവാചകന് നിങ്ങൾ ഈ കത്ത് കൈമാറണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീടും മദീനയിൽ രാജാവ് നിർമ്മിച്ചു. ആ വീട് പല കാലഘട്ടങ്ങളിലായി പലരും കൈവശം വെച്ചു പോന്നു, പരമ്പരയായി പലരും കൈവശം വെച്ചു പോന്നു. ഈ കൈവശം വെച്ച വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെല്ലുന്ന സമയത്ത് അതുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലാണ്. അതാണ് ആ വീട്ടിൽ നബി തങ്ങൾ താമസമാക്കാനുള്ള കാരണം. മാത്രമല്ല, ആ നബി തങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ ചെന്ന സമയത്ത് തുബ്ബ രാജാവ് പണ്ട് എഴുതി കൊടുത്തൊരു കത്തുണ്ടല്ലോ, ആ കത്ത് പരമ്പരാഗതമായി ഓരോരുത്തരും മരണസമയത്ത് മക്കൾക്ക് കൈമാറി വസിയത്തായി ഏൽപ്പിച്ചു. അവസാനത്തെ നബി എത്തുന്നത് വരെ ഈ കത്ത് കൈമാറണം. അങ്ങനെ ആ കത്ത് അന്ന് എത്തിയിരുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുക. ആ തിങ്ങി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അബൂ ലൈല എന്നു പേരുള്ള ഒരാളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കണ്ടെത്തി, ചോദിച്ചു, അബൂ ലൈലയാണോ? അദ്ദേഹം അത്ഭുതത്തോടെ പറഞ്ഞു, അതെ, അബൂ ലൈലയാണ്. കാരണം എൻ്റെ പേരെങ്ങനെ നബിതങ്ങൾക്ക് മനസ്സിലായി. തുബ്ബ രാജാവിൻ്റെ കത്തുമായിട്ടാണ് നബിതങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വന്നിട്ടുള്ളത്. ആ കത്ത് നബിതങ്ങൾക്ക് കൈമാറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുബ്ബ രാജാവിൻ്റെ ആ കത്തിന് സന്തോഷത്തിൻ്റെ മറുപടി പറഞ്ഞു. ഇതെല്ലാവരും കേൾക്കുകയാണ്. അങ്ങനെയാണ് അന്ന് രാജാവ് നിർമ്മിച്ചു വെച്ച ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വീടിൻ്റെ മുകൾ ഭാഗത്ത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു കുടുംബസമേതം ജീവിക്കുന്നു. താഴ്ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കുന്നു. അങ്ങനെ നബി തങ്ങൾ താഴെ താമസിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീടിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുകയും അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവും കുടുംബവും മുകളിൽ താമസിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനായില്ല, നബിതങ്ങളുടെ മുകളിൽ താമസിക്കുന്നത്. അതുകൊണ്ടാണ് തങ്ങളോട് മുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് മാറിയെങ്കിലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും സംസാരിക്കാനുമായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പല ആളുകളും വരാൻ തുടങ്ങി. മദീന നിവാസികൾ തന്നെ നബിതങ്ങളെ കാണാൻ വേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി.
അങ്ങനെ നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്ദർശകർ കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആ വീടിൻ്റെ താഴ്ഭാഗത്തേക്ക് തന്നെ മാറി താമസിച്ചു എന്നുകൂടി കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമായി വീടുകൾ നിർമ്മിക്കപ്പെടുന്നതുവരെയും മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെയും അവിടെയാണ് അബൂ അയ്യൂബ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ നിർമ്മാണം ബനു നജ്ജാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരംഭിക്കുകയാണ്. ആ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിപാലനത്തിൽ കഴിഞ്ഞിരുന്ന, സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന രണ്ട് യതീമക്കളായ സഹ്ൽ, സുഹൈൽ, അവരുടെ ഈത്തപ്പനക്കളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിട്ടുകൊടുത്തത്. തങ്ങൾ അവരോട് വിലക്കാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ രണ്ട് ചെറുപ്പക്കാരും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പള്ളി നിർമ്മാണത്തിന് വേണ്ടി സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നിർബന്ധപൂർവം വില കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലം വാങ്ങിയത്. അങ്ങനെയാണ് അവിടെ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. പള്ളി നിർമ്മാണം ആരംഭിച്ചപ്പോൾ ആ പള്ളിയുടെ ആദ്യത്തെ അവസ്ഥ ശരിക്കും മൺകട്ട കൊണ്ടാണ് ആ പള്ളിയുടെ ചുമരുകൾ നിർമ്മിച്ചിരുന്നത്. നിർമ്മാണത്തിന് വേണ്ടി സ്വഹാബിമാരെല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ചു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇറങ്ങി. കല്ല് ചുമക്കാനും മറ്റും നബിതങ്ങളും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ സ്വഹാബിമാർക്ക് ആവേശം നൽകുന്ന പദ്യങ്ങൾ പാടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ മൺകട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ചുമരുണ്ടാക്കി, ഈത്തപ്പന തടികൾ കൊണ്ട് തൂണ് വെച്ചു, അതുപോലെ തന്നെ ഈത്തപ്പന ഓലയും മട്ടലും വെച്ച് മേൽക്കൂര നിർമ്മിച്ചു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയുടെ നിർമ്മാണം നടന്നത്. 70 മുഴം നീളവും 60 മുഴം വീതിയുമായിരുന്നു അന്ന് പള്ളിയുടെ വിസ്തൃതി. എന്ന് പറഞ്ഞാൽ ഏകദേശം 35 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും ഉണ്ടാവും. ഈ ഒരു നിലയിലാണ് ആദ്യത്തെ പള്ളി ഉണ്ടായത്. മാത്രമല്ല ആ പള്ളിയുടെ ഉയരം വളരെ കുറവായിരുന്നു. ആ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഒരാൾ കൈ നീട്ടിയാൽ മേൽക്കൂരയിൽ തട്ടുന്ന അത്രമാത്രം ഉയരമേ അക്കാലത്തെ പള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ജുമഅക്ക് വരുന്ന ആളുകളോട്, മദീന പള്ളിയിൽ ജുമഅക്ക് വരുന്ന ആളുകളോട് കുളിച്ചിട്ടല്ലാതെ വരാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. പിൽക്കാലത്ത് ഈ കർശന നിർദ്ദേശം നമ്മൾ ഹദീസുകളിൽ വായിക്കുമ്പോൾ ജുമഅക്ക് പോകുന്ന ആളുകൾക്ക് കുളിക്കൽ നിർബന്ധമാണെന്ന് തോന്നും. അത് അക്കാലത്തെ ഒരു കൽപ്പനയായിരുന്നു. അതിൻ്റെ അവസ്ഥ സൗകര്യം കുറഞ്ഞ പള്ളിയും ഓരോ വെള്ളിയാഴ്ചയും ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്ന അവസ്ഥയുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നിർബന്ധപൂർവം കുളിച്ചേ വരാവൂ എന്ന ഉത്തരവുണ്ടായി. പിൽക്കാലത്ത് പള്ളിയുടെ വിസ്തൃതിയൊക്കെ കൂടിയപ്പോൾ അത് നിർബന്ധമല്ല, വുളൂ ചെയ്യലാണ് നിർബന്ധം, കുളിച്ചു വരൽ നല്ലതാണ്, അത് സുന്നത്താണ് എന്ന നിലയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഏതായാലും അങ്ങനെ പള്ളിയുടെ നിർമ്മാണമൊക്കെ നടന്നു. പള്ളിയിൽ നിസ്കാരമൊക്കെ ആരംഭിച്ചു. ആ പള്ളി അങ്ങനെ തന്നെ കുറച്ചു കാലം തുടർന്നു. ആ തുടർന്ന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൻ്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെ തുടർന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നപ്പോൾ ആ പള്ളിയിൽ കുറച്ചൊരു പുനർനിർമ്മാണം നടന്നു. അന്ന് ഇതേ മൺകട്ടകളും അതുപോലെ ഈത്തപ്പന തടികളായ കൊണ്ടുള്ള തൂണുകളും ഈത്തപ്പന ഓലയുടെ മേൽക്കൂരയും അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ പള്ളിയുടെ കവാടങ്ങൾ അന്ന് 6 വർദ്ധിപ്പിച്ചു. 6 കവാടങ്ങളുണ്ടായി. കുറച്ചൊരു വിസ്തൃതിയൊക്കെ കൂട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നപ്പോൾ പള്ളിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അന്നും അതിൻ്റെ കവാടങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തുള്ളതുപോലെ 6 തന്നെ നിലനിർത്തിയെങ്കിലും
അതിൻ്റെ വിസ്തൃതിയിലൊക്കെ വലിയ മാറ്റം വന്നു. നീളം നേരത്തെ ഉണ്ടായിരുന്ന 70 നിന്ന് 160 മുഴമായി മാറി. വീതി നേരത്തെ ഉണ്ടായിരുന്ന 60 മുഴത്തിൽ നിന്ന് 150 മുഴമായി മാറി. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മാറ്റം ഉണ്ടായത്. അത്രയും വിസ്തൃതി കൂടിയെന്ന് മാത്രമല്ല, നേരത്തെ പള്ളിയുടെ ചുമർ കെട്ടിയിരുന്നത് മൺകട്ടകൾ കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അത് കൊത്തുപണിയെടുത്ത കല്ലുകളായി മാറി. തൂണുകൾ ഈത്തപ്പന തടികൾക്ക് പകരം അതും കൊത്തുപണിയെടുത്ത കല്ലുകളായി മാറി. മാത്രമല്ല, അതിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈത്തപ്പന മടലുകളും ഓലകളുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അത് തേക്ക് മരമായി മാറി. അത്രയും വലിയ വികസന പ്രവർത്തനങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് തന്നെ മദീന പള്ളിയിൽ ഉണ്ടായി. പിന്നീട് ഒരുപാട് തവണ മദീന പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. ഒരുപാട് തവണ. അത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൻ്റെ ശേഷം പിന്നീട് ഉണ്ടായിരുന്ന പുനർനിർമ്മാണം ഏറ്റവും പ്രധാനമായി വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലുണ്ടായി. അന്ന് 200 മുഴം നീളവും അതുപോലെ തന്നെ മുൻഭാഗത്ത് 200 മുഴം വീതിയും പിൻഭാഗത്ത് 180 മുഴവും വീതി അങ്ങനെയാണ് ഉണ്ടായത്. ആ നിലക്ക് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിൽ പുനർനിർമ്മാണം നടന്നു. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ മദീന പള്ളിയുടെ പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. ആ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി പള്ളിയുടെ വിസ്തൃതി കൂടിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡായ നിർമ്മാണ രീതികളിലേക്ക് പള്ളി വന്നിട്ടുണ്ട്. അത് സൗദി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും പുതിയ പുനർനിർമ്മാണങ്ങൾ വന്നിട്ടുള്ളത്. അതിലറിയാം, ഫഹദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ 6.5 ലക്ഷം ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന തരത്തിൽ ആ പള്ളിയുടെ നിർമ്മാണം അത്രയും വിസ്തൃതി കൂട്ടി, അത്രയും വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കി. പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉൾപ്പെടുന്ന രീതിയിലേക്ക് പള്ളിയുടെ രൂപത്തിൽ വലിയ മാറ്റം വരുത്തി. മാത്രമല്ല, ഇപ്പോഴും പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കാണ് മദീന പള്ളിയുടെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്, പുനർനിർമ്മാണങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അത്രയും വലിയ സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പല പല ചരിത്രപരമായ മാറ്റങ്ങളും ആ പള്ളിയിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ഷരീഫ് ഉള്ളത് ആ പള്ളിയുടെ തൊട്ടു ചാര നിന്നിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ. ആ വീട് ഇപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്ക് ഉൾപ്പെടുത്തുകയും ആ ഭാഗത്ത് നിസ്കാരവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ പള്ളിയുടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഒറ്റ കെട്ടിടമായി മാറുകയും ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ഷരീഫുള്ള ആയിഷ ബീവിയുടെ വീട്ടിൻ്റെ മുകളിൽ ഒരു കുബ്ബ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ആ കുബ്ബ ആദ്യം മരത്തിൻ്റെ കുബ്ബയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിനെ കല്ലിൻ്റെ കുബ്ബയാക്കി മാറ്റുകയും അതിന് പച്ച നിറം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും മദീനയിലേക്ക് വരുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന തരത്തിൽ മദീന പള്ളിയുടെ ഖിബലയുടെ ഭാഗത്ത് അഥവാ തെക്ക് ഭാഗത്ത് ആ മസ്ജിദുൽ നബവിയുടെ ഏറ്റവും മനോഹരമായൊരിടമായി ആ പച്ചക്കുബ്ബ ഉയർന്നു നിൽക്കുന്നത് എല്ലാ വിശ്വാസികളുടെ മനസ്സിനെയും ഹഠാത് ആകർഷിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും പരിശുദ്ധമായ മദീന പള്ളിയുടെ അതിൻ്റെ ആരംഭവും ആ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നതിൻ്റെ വളരെ ഹ്രസ്വമായ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പങ്കുവച്ചത്. നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന അനേകം മാർഗങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയാൽ മസ്ജിദുൻ നബവിയുടെ ഓരോ കാലത്തുള്ള പുനർനിർമ്മാണവും അതാര് ചെയ്തുവെന്നും ഏത് കാലഘട്ടത്തിലായിരുന്നു എന്നും ആ തൽഫലമായി ഉണ്ടായ വികസനങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് വഴികളുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ആ പരിശുദ്ധമായ നാടിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹൈറായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ. പരിശുദ്ധ മദീന നേരിൽ പോയി കാണാനും സന്ദർശിക്കാനും ഒരുപാട് തവണ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.